കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ വടക്കുകിഴക്കൻ മേഖല വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുൻപ് ഒരിക്കലുമില്ലാത്ത വിധം വൻ നിക്ഷേപങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. സിക്കിം സംസ്ഥാന രൂപീകരണത്തിന്റെ 50ാം വാർഷികത്തിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 1975 മെയ് 16-നാണ് ഭാരതത്തിന്റെ 22ാമത്തെ സംസ്ഥാനമായി സിക്കിം നിലവിൽ വന്നത്. ഹിതപരിശോധനയിൽ ഭൂരിപക്ഷം ജനങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ അഭിപ്രായപ്പെട്ടതോടെ രാജഭരണം അവസാനിച്ച് സംസ്ഥാനം രൂപപ്പെടുകയായിരുന്നു. ഇതിന്റെ 50ാം വാർഷികാഘോഷത്തിലാണ് പ്രധാനമന്ത്രി വിർച്വൽ മാർഗം പങ്കെടുത്തത്. നേരിട്ട് പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് ഇടയ്ക്ക് യാത്ര റദ്ദാക്കുകയായിരുന്നു. കഴിഞ്ഞ 50 വർഷം കൊണ്ട് പുരോഗതിയുടെ മാതൃകയായി സിക്കിം മാറിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. सिक्किम आज देश का गर्व है. इन 50 वर्षों में सिक्किम प्रकृति के साथ प्रगति का मॉडल बना. बायोडायवर्सिटी का बहुत बड़ा बगीचा बना. 100% ऑर्गेनिक स्टेट बना. कल्चर और हेरिटेज की समृद्धि का प्रतीक बनकर सामने आया. പാവങ്ങൾ, സ്ത്രീകൾ, കർഷകർ, യുവാക്കൾ എന്നീ 4 തൂണുകളിലാകും വികസിത ഭാരതം കെട്ടിപ്പൊക്കുകയെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. 750 കോടി രൂപ മുടക്കി നിർമ്മിച്ച 500 കിടക്കകളുള്ള ആശുപത്രിയും റോപ്പ് വേയും പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചു. ഗാംഗ്ടോക്കിൽ സ്ഥാപിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രതിമാ അനാച്ഛാദന കർമ്മവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ജനം, ഡൽഹി. കൊടും കുറ്റവാളികൾക്കെതിരെ കടുത്ത നടപടി തുടർന്ന് യോഗി സർക്കാർ. 24 മണിക്കൂറിൽ 11 ഏറ്റുമുട്ടലുകളിൽ 14 ഗുണ്ടകളാണ് പിടിയിലായത്. പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറാകാത്ത കൊടും കുറ്റവാളികളെയാണ് ഓടിച്ചിട്ട് പിടിക്കുന്നത്. കനത്ത ഏറ്റുമുട്ടലിനൊടുവിലാണ് പല ഗുണ്ടാത്തലവന്മാരെയും പിടികൂടിയത്. സ്ത്രീകൾക്കെതിരായ അതിക്രമം, മോഷണം, പോലീസുകാരെ ആക്രമിക്കൽ തുടങ്ങിയ കേസുകളിലെ പ്രതികളെയാണ് എൻകൗണ്ടറിലൂടെ കീഴ്പ്പെടുത്തിയത്. ലക്നൌവിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതികളായ കമൽ കിഷോർ, ബാദർ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഗാസിയാബാദിൽ പോലീസ് കോൺസ്റ്റബിളിനെ വധിച്ച അബ്ദുൾ റഹ്മാൻ എന്ന ഗുണ്ടയെ എൻകൗണ്ടറിലൂടെ പിടികൂടി. പോലീസിനെ കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാളുടെ കാലിന് താഴേക്ക് വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. അതിനിടെ ഹാപ്പൂരിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ലോറൻസ് ബിഷ്ണോയിയുടെ സംഘത്തിലുള്ള നവീൻ കുമാർ എന്ന ഗുണ്ട കൊല്ലപ്പെട്ടു. യോഗി അധികാരത്തിലേറിയ 2017 മാർച്ച് മുതൽ ഇതുവരെ 223 കൊടും ക്രിമിനലുകളെ എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തി. 20,221 കുറ്റവാളികളെ ജയിലിലടയ്ക്കുകയും ചെയ്തു. ജനം, ഡൽഹി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെ അനുകൂലിച്ച അസർബൈജാനിൽ വിനോദ സഞ്ചാര കോൺഫറൻസ് നടത്താനൊരുങ്ങി മലയാളി സംഘടന. വേൾഡ് മലയാളി കൗൺസിൽ എന്ന സംഘടനയാണ് വിനോദസഞ്ചാര മേഖലയിലെ വിദേശ നിക്ഷേപങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഫറൻസ് നടത്തുന്നത്. ജൂൺ 27 മുതൽ 30 വരെയാണ് അസർബൈജാനിൽ വെച്ച് കോൺഫറൻസ് നടത്തുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭാരതം അസർബൈജാനിലേക്ക് വിനോദസഞ്ചാരത്തിന് വിലക്കുൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം കവടിയാർ ആസ്ഥാനമായ സംഘടനയാണ് വിമർശനങ്ങൾ ഉയർന്നിട്ടും രാജ്യ താൽപര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്. സംസ്ഥാനത്തെ നിരവധി പ്രമുഖ വ്യക്തികളും മാധ്യമപ്രതിനിധികളും പങ്കെടുക്കുന്ന കോൺഫറൻസ് അസർബൈജാനിൽ വച്ച് നടക്കുന്നതിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് തീരുമാനമെടുത്ത 2 രാജ്യങ്ങളായിരുന്നു അസർബൈജാനും തുർക്കിയും. ഈ രാജ്യങ്ങളിലേക്ക് വിനോദസഞ്ചാരത്തിന് ഉൾപ്പെടെ പോകുന്നവർക്ക് ഭാരതം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ രാജ്യത്തിനെതിരെ ഭീകരവാദ ഭീഷണി നേരിടുന്ന തരത്തിൽ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് പ്രമുഖർ ഉൾപ്പെടുന്ന മലയാളി സംഘടന ശത്രു രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളോട് സൗഹൃദം സ്ഥാപിക്കുന്നത്. വേൾഡ് മലയാളി സംഘടനയുടെ കോൺഫറൻസ് അസർബൈജാനിൽ വെച്ച് നടത്തുകയാണെങ്കിൽ ഈ രാജ്യത്തുണ്ടാകുന്ന സാമ്പത്തിക ലാഭം വലുതാണ്. രാജ്യത്തിന്റെ താൽപര്യങ്ങളെ മാനിക്കാതെ ഭീകരവാദ ശക്തികളോടൊപ്പം മുന്നോട്ടു പോവുകയാണ് മലയാളി സംഘടന കൂടിയായ WMC. ജൂൺ 27 മുതൽ 30 വരെയാണ് കോൺഫറൻസ് നിശ്ചയിച്ചിട്ടുള്ളത്. $350 നികുതിയുമാണ് കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ള ഫീസ്. കോൺഫറൻസിലേക്ക് പങ്കെടുക്കാൻ എത്തുന്നവർ വിമാന ടിക്കറ്റ് സ്വന്തമായി എടുക്കണം. ഇതിലൂടെ അസർബൈജാൻ പോലുള്ള ഭീകര രാജ്യങ്ങൾക്ക് ലഭിക്കുന്നത് വൻ സാമ്പത്തിക നേട്ടമാണ്. വിനീഷ്, ജനം, തിരുവനന്തപുരം. വഖഫ് വിരുദ്ധ സമരം ശക്തിപ്പെടുത്താനൊരുങ്ങി മുനമ്പം ജനത. സംസ്ഥാനമെമ്പാടും വിവിധ ക്രൈസ്തവ സഭകളുടെ പിന്തുണയോടെ സമരം നടത്തും. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നാവശ്യപ്പെട്ട് 229 ദിവസമായി തുടരുകയാണ് മുനമ്പം ജനതയുടെ റിലേ നിരാഹാര സമരം.
റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടും വരെ റിലേ നിരാഹാരം തുടരുമെന്ന മുനമ്പം ജനതയുടെ തീരുമാനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി സാംസ്കാരിക സംഘടനാ പ്രതിനിധികളാണ് ദിനംപ്രതി തീരദേശത്തേക്ക് എത്തുന്നത്. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും സർക്കാർ എന്ത് നടപടിയെടുക്കുമെന്നതിലാണ് മുനമ്പം ജനതയുടെ കാത്തിരിപ്പ്. എന്നാൽ വിവിധ ക്രൈസ്തവ സഭകളുടെ പിന്തുണയോടെ വഖഫ് വിരുദ്ധ സമരം ശക്തിപ്പെടുത്താനാണ് സമരസമിതിയുടെ തീരുമാനം. ശക്തമായ രീതിയിൽ ഇപ്പോൾ KLCയെയും KRLCCയുടെയും സംസ്ഥാന ഭാരവാഹികളും ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അവർ പറഞ്ഞതും അതേപോലെ തന്നെ എല്ലാ ബിഷപ്പുമാരും അവരുടെ കേരളത്തിലുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുനമ്പം ജനത അനുഭവിക്കുന്ന വേദനകളും അവരനുഭവിക്കുന്ന ദുരന്തങ്ങൾക്കും ശാശ്വതമായ അടിയന്തരമായും പരിഹാരം കാണണമെന്നും പറഞ്ഞ് വ്യത്യസ്തമായ എല്ലാ സ്ഥലങ്ങളിലും സമരമുറകൾ ആവിഷ്കരിക്കും. സ്വന്തം ഭൂമിയിന്മേലുള്ള വഖഫ് അധിനിവേശത്തിനെതിരെ മുനമ്പത്തെ തീരദേശ ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം ഇന്നേക്ക് 229 ദിവസം പിന്നിട്ടു. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് വെറും നടപടിക്രമമായി മാത്രമേ കണക്കാക്കാനാകൂ. ടേംസ് ഓഫ് റെഫറൻസിനപ്പുറത്തേക്ക് ചലിക്കാൻ കഴിയാത്ത തരത്തിൽ സർക്കാർ നിയോഗിച്ച കമ്മീഷന് മുനമ്പം വിഷയത്തിൽ പ്രത്യേക റോളുമില്ല. അതിനിടെ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കുന്നതിന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിലക്കുമുണ്ട്. ജനം, കൊച്ചി. വന്ദേ ഭാരത് എക്സ്പ്രസിൽ വീണ്ടും പഴകിയ ഭക്ഷണം പിടികൂടി. ഭക്ഷണ വിതരണത്തിന്റെ കരാർ എടുത്ത സ്ഥാപനത്തിനെതിരെ നിയമ നടപടിയുമായി റെയിൽവേ നീങ്ങുമ്പോഴാണ് കാലാവധി അവസാനിച്ച ജ്യൂസ് കണ്ടെത്തിയത്. ഒരാഴ്ച മുൻപും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തിരുന്നു. മംഗളൂരു തിരുവനന്തപുരം വന്ദേ ഭാരതിൽ വിതരണം ചെയ്തത് കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ. മാർച്ച് 24-ന് കാലാവധി അവസാനിച്ച ജ്യൂസാണ് ഇന്ന് യാത്രക്കാർക്ക് വിതരണം ചെയ്തത്. ഭക്ഷണ വിതരണത്തിന്റെ കരാറെടുത്ത സ്ഥാപനത്തിനെതിരെ നിയമ നടപടിയുമായി റെയിൽവേ നീങ്ങുമ്പോഴാണ് കാലാവധി അവസാനിച്ച ജ്യൂസ് കണ്ടെത്തിയത്. വ്യാഴാഴ്ച മംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിലാണ് കാലാവധി കഴിഞ്ഞ ജ്യൂസ് പാക്കറ്റുകൾ നൽകിയത്. മാർച്ചിൽ കാലാവധി അവസാനിച്ചത്, അതായത് കാലാവധി അവസാനിച്ച് 2 മാസത്തോളമായ പാനീയമാണ് യാത്രക്കാർക്ക് നൽകിയത്. കരാറുകാർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് റെയിൽവേ. ജനം, തിരുവനന്തപുരം. സിനിമ വിനോദ മേഖലയുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം എപ്പോൾ നടത്തുമെന്ന് സർക്കാരിനോട് ആവർത്തിച്ച് ചോദിച്ച് ഹൈക്കോടതി. മറുപടി സർക്കാർ അടുത്ത തവണ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോൾ നൽകണം. നിയമം വരുന്നതുവരെ നിലവിലെ പരാതി പരിഹാര സംവിധാനം തുടരണമെന്ന് WCC ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും WCC ആവശ്യപ്പെട്ടു. അതിനിടെ സിനിമ കോൺക്ലേവ് ഓഗസ്റ്റ് 2, 3 തീയതികളിൽ നടത്തുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകളുടെ അന്വേഷണ പുരോഗതി വിവരങ്ങൾ SIT കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഉപയോഗിച്ച വസ്ത്രങ്ങൾ പമ്പാ നദിയിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി ഹൈക്കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ റിപ്പോർട്ട് നൽകണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശം. ഉപേക്ഷിക്കപ്പെട്ട വസ്ത്രങ്ങൾ ശബരിമല വനമേഖലയിൽ കത്തിക്കരുതെന്നും ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകി. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. പമ്പാ നദി മലിനപ്പെടുത്തിയ വിഷയം ജസ്റ്റിസുമാരായ അനിൽ K. നരേന്ദ്രൻ, PV ബാലകൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് അടുത്ത ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. ഉരുൾപൊട്ടൽ ദുരിതബാധിതരോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് വിലങ്ങാട് BJPയും കോൺഗ്രസും ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന വില്ലേജ് ഓഫീസിൽ പങ്കെടുത്ത BJP കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വളയം പോലീസ് കേസെടുത്തു. ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന് 1 വർഷമാകുമ്പോഴും പുനരധിവാസം സാധ്യമാകാത്ത സാഹചര്യത്തിലാണ് ദുരിതബാധിതർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പിന്തുണയുമായി BJPയും ചേർന്നു. സർക്കാർ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുക, ഗുണഭോക്തൃ പട്ടികയിൽ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തുക, സർക്കാർ വഞ്ചന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന വില്ലേജ് ഓഫീസ് ഉപരോധത്തിൽ ദുരിതബാധിതരും പോലീസും തമ്മിൽ സംഘർഷവുമുണ്ടായി. തുടർന്നാണ് ഹർത്താലും അനിശ്ചിതകാല വില്ലേജ് ഓഫീസ് ഉപരോധവും നടത്താൻ BJP തീരുമാനിച്ചത്. എന്നാൽ ഇന്നലെ വൈകിട്ട് നാദാപുരം DYSPയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഉപരോധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ദുരിതബാധിതരുമായി ചർച്ച നടത്തുമെന്ന ഉറപ്പിന്മേലാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ഉദ്യോഗസ്ഥർ ചർച്ചയ്ക്കെത്തിയില്ലെങ്കിൽ നാളെ മുതൽ വില്ലേജ് ഓഫീസ് ഉപരോധം പുനരാരംഭിക്കാനാണ് ദുരിതബാധിതരുടെ തീരുമാനം. അതേസമയം ദുരിതബാധിതരോടൊപ്പം വില്ലേജ് ഓഫീസ് ഉപരോധിച്ച BJP മണ്ഡലം പ്രസിഡന്റ് അനീഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ വളയം പോലീസ് കേസെടുത്തു. BJP കോൺഗ്രസ് പ്രവർത്തകരായ 11 പേർ ഉൾപ്പെടെ 20ഓളം പേർക്കെതിരെയാണ് കേസെടുത്തത്.
ജനം, കോഴിക്കോട്. ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. കൊച്ചിയിലെ കപ്പൽ അപകടം സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊച്ചിയിലെ MSC കപ്പൽ അപകടമാണ് പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. വിവരങ്ങൾ. നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിലെ അറബിക്കടലിൽ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം അപകടവും ഉണ്ടാകുന്നത്. കൊച്ചിയിൽ നിന്ന് ഏകദേശം 33 നോട്ടിക്കൽ മൈൽ അകലത്തിലാണ് MSC എൽസ 3 എന്ന് പറയുന്ന ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെടുന്നത്. ഈ അപകടത്തെ തുടർന്ന് പിന്നീട് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലുണ്ടായിരുന്ന 637 കണ്ടെയ്നറുകളിൽ ഏകദേശം 40-ലധികം കണ്ടെയ്നറുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ വിവിധ തീരമേഖലകളിൽ അടിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾ, പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിയെത്തിലീൻ അടക്കമുള്ള അസംസ്കൃത വസ്തുക്കൾ അടക്കം ഉണ്ടാകുന്ന സാഹചര്യം തീരദേശവാസികൾക്കടക്കം കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയ പശ്ചാത്തലം. ഇതിനിടയിലാണ് ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഇന്ന് ചേർന്നത്. ഈ ഉന്നതതല യോഗത്തിലാണ് പ്രത്യേക ദുരന്തമായി, ഒരു സവിശേഷ ദുരന്തമായി ഈ അപകടത്തെ കാണാനും അത് പ്രഖ്യാപിക്കാനും ഔദ്യോഗികമായി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. അങ്ങനെ ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഈ MSC എൽസ 3 എന്ന് പറയുന്ന കപ്പൽ അപകടത്തിൽപ്പെട്ടുണ്ടായ ദാരുണമായ സംഭവങ്ങളും ദുരന്തവും ഒരു പ്രത്യേക ദുരന്തമായി സംസ്ഥാനം പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ അത് സംബന്ധിച്ചുള്ള അടുത്ത കരുതൽ നടപടികൾ കൂടി സ്വീകരിക്കാൻ ഇന്നത്തെ ഈ ഉന്നതതല യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ തീരദേശ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ അടിഞ്ഞുകൂടിയത്. അതിൽ പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ഒപ്പം തന്നെ തടികൾ, ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ മാലിന്യങ്ങൾ, ഇതിനകത്തുണ്ടായിരുന്ന മറ്റ് കാര്യങ്ങളൊക്കെ അടിഞ്ഞുകൂടുന്നൊരു സാഹചര്യം. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള മലിനീകരണ ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഒക്കെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഓരോ ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടർ അടക്കമുള്ളവർ പങ്കെടുത്തിരുന്നു. വിശദ വിവരങ്ങൾ ഇവർ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു പ്രത്യേക ദുരന്തമായി ഈ ഒരു അപകടത്തെ പ്രഖ്യാപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഒപ്പം തന്നെ ഏത് തരത്തിൽ ഇനി മറ്റ് നടപടികൾ സ്വീകരിക്കാമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം അടക്കമുള്ള തീരദേശ മേഖലകളിൽ അടക്കം ഈ പല വസ്തുക്കളും അത് എന്തൊക്കെയാണ് വന്ന് അടിഞ്ഞുകൂടിയതെന്ന് പോലും തിട്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള അസംസ്കൃത വസ്തുക്കൾ അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കം അടിഞ്ഞുകൂടിയിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡ് അടക്കം പ്രത്യേകമായി ഈ കാര്യങ്ങളും സാഹചര്യങ്ങളും നിരീക്ഷിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം, ഒപ്പം തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം കാര്യങ്ങൾ പരിശോധിക്കുകയും ഈ ഒരു അപകടത്തെ പ്രത്യേക ദുരന്തമായി ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റു തുടർ നടപടികളും ഒപ്പം തന്നെ ഈ വസ്തുക്കൾ കണ്ടുകെട്ടിയിട്ടുള്ള വസ്തുക്കൾ കസ്റ്റംസിന്റെ അടക്കം അറിവോടെയും അവരുടെ നിയന്ത്രണത്തിൽ ഇത് മാറ്റാനുള്ള നടപടിക്രമങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ തീരുമാനിക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ആശങ്ക ഒഴിയുന്നില്ല. 637ഓളം വരുന്ന കണ്ടെയ്നറുകൾ ഈ ഒരു ഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ വിലയിരുത്തുന്നത്. അതാണ് ശാലിനി ഏറ്റവും ആശങ്കയുണർത്തുന്ന ഒരു കാര്യം. രാസവസ്തുക്കളുണ്ട്, ഇന്ധനമുണ്ട്. ഇതിൻ്റെ എല്ലാം ചോർച്ച വലിയ പാരിസ്ഥിതിക ആഘാതത്തിലേക്ക് നമ്മുടെ തീരമേഖലയെ നയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ പ്രശ്നമില്ല എന്ന് സർക്കാർ പറയുമ്പോഴും ഇതിൻ്റെ ഒരു പാരിസ്ഥിതിക ആഘാതം ജനങ്ങൾക്ക് നേരിടാൻ പോകുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതേക്കുറിച്ചൊന്നും കൃത്യമായ പഠനം പോലും ഈ ദിവസങ്ങളിൽ നടന്നോ എന്നത് വലിയ സംശയമാണ്. ഇപ്പോൾ പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് സർക്കാർ കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ ശാലിനി? നീലിമ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം 25-ാം തീയതിയാണ് ഈ ഒരു അപകടം കൊച്ചി തീരത്ത് ഉണ്ടാകുന്നത്. ഏകദേശം സർക്കാരിൻ്റെ കണക്ക് പ്രകാരം, ഒപ്പം തന്നെ ഈ ഷിപ്പിംഗ് കമ്പനിയുടെ കണക്ക് പ്രകാരം 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു ഈ ഷിപ്പിൽ എന്നുള്ളതാണ്. ഫീഡർ ഷിപ്പാണ്. തിരുവനന്തപുരത്ത് നിന്ന്, അതായത് വിഴിഞ്ഞം തുറമുഖത്ത് നിന്നും തൂത്തുക്കുടിയിലേക്കും കന്യാകുമാരിയിലേക്കും ഒക്കെ തന്നെ ഈ കണ്ടെയ്നറുകൾ മാറ്റാനായി അല്ലെങ്കിൽ അത് കൊണ്ടുപോയെന്ന സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. എന്താണ് ഇതിൻ്റെ അപകടത്തിൻ്റെ കൃത്യമായ കാരണം? ഒപ്പം തന്നെ ഈ അപകടത്തിൽ ഉണ്ടായിരുന്ന ശാലിനി, കൊച്ചിയിലെ കപ്പൽ അപകടം സംസ്ഥാനം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ദുരന്ത പശ്ചാത്തലം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്തേ.